വളരെ അടിയന്തരമായിട്ടുള്ളൊരു സാഹചര്യം അധികൃതരുടെ ശ്രദ്ധയിലും തിരുവല്ല MLA ശ്രദ്ധയിലും പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വരുന്നത്. ഇവിടെ എന്നോടൊപ്പം CPMന്റെ തിരുവല്ല ഏരിയ സെക്രട്ടറി ബിൽകുമാറുമുണ്ട്. ഞങ്ങൾ നെടുമ്പ്രം പഞ്ചായത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന മനുഷ്യരെ ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരുവല്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകൾ വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം തിരുവല്ലയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിലുള്ള നിഷ്ക്രിയത്വമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ ഇവിടെ കടപ്പുറ പഞ്ചായത്തിലെ തേവർകുഴി NDLP സ്കൂളിൽ 18 പേർ 4 കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവിടേക്ക് ക്യാമ്പ് ഒരുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. നിരണം പാർട്ടി ഓഫീസിൽ 5 കുടുംബങ്ങൾ അഭയത്തിനായി ചെന്നു. അതിൻ്റെ മുകളിലത്തെ നിലയിൽ കഴിയുന്ന അവരോട് ഒരു കാരണവശാലും അവിടേക്ക് ഒരു സഹായവും എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷെ പകര സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി യാതൊരു അധികൃതരും തയ്യാറാവുന്നില്ല. കഴിഞ്ഞ 3 ദിവസമായി നെടുമ്പ്രം പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ജനങ്ങളുടെയും നേതൃത്വത്തിൽ നെടുമ്പ്രം പഞ്ചായത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ ഞങ്ങളിപ്പോൾ ക്യാമ്പുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവല്ല ദേവസ്വം ബോർഡ് സ്കൂളിൽ ഇവിടെ പെരിങ്ങര പഞ്ചായത്തിലെയും നെടുമ്പ്രം പഞ്ചായത്തിലെയും ഏതാണ്ട് 300-ലേറെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ യാതൊരു ക്രമീകരണവും ഉണ്ടാക്കുന്നില്ല. തിരുമൂലപുരം സ്കൂളിൽ നിന്ന് ഇപ്പോൾ എന്നെ മുനിസിപ്പൽ കൗൺസിലർ വിളിച്ചിരുന്നു. അവിടെ 39 കുടുംബങ്ങളാണ് ആദ്യം വന്നത്. SNV സ്കൂളിൽ ഇപ്പോൾ 76 കുടുംബങ്ങളുണ്ട്. ഏതാണ്ട് 200-ലേറെ ആളുകൾ അവിടെയുണ്ട്. പക്ഷേ 39 കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ സാമഗ്രികൾ മാത്രമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പെരിങ്ങര പഞ്ചായത്തിലെ വേങ്ങൽ ദേവമാത ഓഡിറ്റോറിയത്തിൽ അവിടെ ഏതാണ്ട് 67-70ഓളം വരുന്ന ആളുകൾ അവിടെയുണ്ട്. ഇതുവരെ ഒരു ആഹാരം പോലും അവർക്ക് കൊടുത്തിട്ടില്ല. തിരുവല്ല നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ക്യാമ്പുകളിലേക്ക് ഞങ്ങൾ ഇതുപോലെ പൊതുപ്രവർത്തകർ ചേർന്ന് എത്തിക്കുന്ന കുടുംബങ്ങൾ അവർ ക്യാമ്പുകളിൽ പോകാൻ തയ്യാറാകുന്നില്ല. സ്വർണ്ണമാല പണയം വെച്ച് ഏതെങ്കിലും ലോഡ്ജിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഞങ്ങൾ പൊയ്ക്കൊള്ളാം, ക്യാമ്പുകളിലേക്ക് ചെല്ലണ്ട എന്ന് ഉദ്യോഗസ്ഥർ പറയുന്ന ചരിത്രം തിരുവല്ലയെ സംബന്ധിച്ച് ഇതാദ്യമാണ്. ബഹുമാനപ്പെട്ട MLAയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങൊറ്റയ്ക്ക് വാഹനങ്ങളിൽ സാധനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുന്നതായി ക്യാമ്പിൽ നിന്ന് ആളുകൾ പറയുന്നുണ്ട്. അങ്ങയുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. യാതൊരു ഏകോപനവുമില്ലാതെ മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് ക്യാമ്പുകൾ തുറക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. 2018 പ്രളയത്തിന് നിരണം പഞ്ചായത്തിൽ നിന്ന് മാത്രം 18 ക്യാമ്പുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരെ ഈ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് പകുതിയേറെ മനുഷ്യരെ വിവിധ ക്യാമ്പുകളിൽ പുതിയയിൽ നിന്നോ വ്യത്യാസമില്ലാതെ ഒന്നിപ്പിച്ച് ഞങ്ങൾ താമസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. തിരുവല്ല നഗരത്തിലെ ഒരു മുനിസിപ്പൽ കൗൺസിലർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 13,000 രൂപ മുടക്കിയാണ് ഒരു ക്യാമ്പിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. നിർഭാഗ്യകരമായ സ്ഥിതിയാണിത്. പെരിങ്ങര പഞ്ചായത്തിൽ ഇന്നലെ വരെ ആളുകൾ ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. പെരിങ്ങര പഞ്ചായത്തിലെ ഏതാണ്ട് 8ഓളം വരുന്ന ക്യാമ്പുകൾ, നേപ്പാൾ ഉൾപ്പെടെ എല്ലാ ക്യാമ്പുകളിലും സന്നദ്ധ സംഘടനകളുടെ ചില സാധനങ്ങളുമായി ചില ജനപ്രതിനിധികൾ അവിടെ എത്തിച്ചേരുന്നു. പല സ്ഥലത്തും CPMന്റെ പ്രവർത്തകർ അവരുടെ കയ്യിലുള്ള ചെറിയ നാണയക്കുട്ടികൾ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഏകാപനത്തിൻ്റെ കുറവുണ്ടെന്നാണ്. ഞങ്ങൾ പറയുന്നു, തിരുവല്ല നിയോജക മണ്ഡലത്തിൽ 110-ലേറെ ക്യാമ്പുകൾ 2018 ഞങ്ങൾ സംഘടിപ്പിച്ചവരാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തിരുവല്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ക്യാമ്പുകൾ സന്ദർശിച്ചതുകൊണ്ട് കാര്യമില്ല, ക്യാമ്പിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതുപോലെ എത്തിച്ചു കൊടുക്കുന്ന ആളുകളെ ക്യാമ്പിൽ സുരക്ഷിതമായി ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാകണം. 2 ദിവസം കൂടി ഇപ്പോൾ പോകുന്ന പോലെ ആണെങ്കിൽ മറ്റു ഭാഗങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ നില ഈ പഞ്ചായത്ത് ഉൾപ്പെടെ അപ്പുറത്തുള്ള മേഖലയിൽ തുടരും. പെരിങ്ങര, നെടുമ്പുറം, കടപ്പുറ, നിരണം, പുത്തൂർ പഞ്ചായത്തുകളിലെയും തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെയും കുടുങ്ങിക്കിടക്കുന്നവർക്ക് സഹായങ്ങൾ എത്തിക്കണം. പുത്തൂരിൽ ക്യാമ്പ് തുടങ്ങുന്നതിന് വേണ്ടി ചെന്നപ്പോൾ പറയുന്നത് ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് ക്യാമ്പ് ഒഴിവാക്കി തരണമെന്നാണ് ജനപ്രതിനിധികളോട് അഭ്യർത്ഥിക്കുന്നത്. എന്തൊരു അവസ്ഥയാണിത്! അതുകൊണ്ട് അടിയന്തരമായി ബഹുമാനപ്പെട്ട MLA ഇടപെടണം. ഈ ഏകോപനം ശരിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടെ എല്ലാ പൊതുപ്രവർത്തകരെയും സന്നദ്ധ സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ക്യാമ്പുകളിൽ മതിയായ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. ഞങ്ങൾ ദേവമാതാ സ്കൂളിൽ നിന്ന് ഭക്ഷണം കിട്ടാതെ ആളുകൾ വിളിക്കുന്നു. മണ്ണത്തോട്ട് വഴിയിലും മുകളടിയിലും നേരത്തെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നതാണ് നിരണം പഞ്ചായത്തിൽ.
അവിടെയൊന്നും ക്യാമ്പുകൾ തുറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് മനോഭാവമാണിത്? ഇത് അതിശക്തമായി പ്രതികരിക്കേണ്ട വിഷയമാണ്. ഞങ്ങൾ CPM എന്ന നിലയിലും ഇടതുപക്ഷ ജനാധിപത്യം എന്ന നിലയിലും രാഷ്ട്രീയമായി ഉപയോഗിക്കാനല്ല, ജനങ്ങളുടെ ദുരിത സമയത്ത് അവരെ സഹായിക്കാൻ ജനപ്രതിനിധികളും ഭരണകൂടവും തയ്യാറാകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിൽ ഏകോപനത്തിന്റെ കുറവുണ്ടെന്ന് സമ്മതിച്ച സാഹചര്യത്തിൽ ഇനിയെങ്കിലും അടിയന്തരമായി തിരുവല്ല നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.